ക്വിക്ക് കോമേഴ്സിന്റെ ഗ്രോത്ത് കണ്ടിട്ട് ക്വിക്ക് കോമേഴ്സ് ക്യാൻ വെരി വെൽ നമ്മുടെ ടോപ്പ് കാറ്റഗറി ആവാൻ നല്ല സ്കോപ്പ് ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ 10 ലക്ഷം വെച്ചിട്ട് അല്ലെങ്കിൽ മാസം ഗ്രോത്ത് വരുന്നത് അവന്റെ ബ്രാൻഡിന് ഒറ്റ പ്ലാറ്റ്ഫോമിൽ 10% മന്ത് ഓൺ മന്ത് ഗ്രോത്ത് 1 crore അടുത്ത് അവൻ ചെയ്യും. ശരിക്കും നമ്മളൊരു പിന്നെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ശരിക്കും 20% ഒക്കെ ഇയർലി കാണാറുള്ള ഒരു കമ്പനി. ന്യൂ ഏജ് സ്മോൾ ബേസിൽ 30, 40, 50 ഒക്കെ വരാം താൽക്കാലികം. പക്ഷെ 10% മന്ത് ഓൺ മന്ത് എന്ന് പറഞ്ഞാൽ സ്കെയറി ഗ്രോത്ത്, ഹ്യൂജ്. എന്നിട്ട് ഞാൻ ആൻഡ് ദേ ആർ എക്സിക്യൂട്ടിങ് ഇറ്റ് റൈറ്റ്. ഇത് ക്വിക്ക് കോമേഴ്സ് ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഉണ്ട്. ഇതിനകത്ത് ചില പ്ലേസ് ചിലപ്പോൾ എക്സിറ്റ് ചെയ്യേണ്ടി വരുമായിരിക്കും. പക്ഷെ കാറ്റഗറി ഇനി ഗ്രോ ചെയ്യാൻ പോകും. ഇത് ഇന്ത്യ വേറെ എങ്ങും വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ ഇന്ത്യയിൽ വർക്ക് ചെയ്യും. വർക്ക് ചെയ്യില്ലെന്ന് ഞാൻ ആദ്യം വിചാരിച്ച, സത്യം പറഞ്ഞ. പക്ഷെ എനിക്കിപ്പം കണ്ടിട്ട് എനിക്ക് കൺവിക്ഷൻ ആയത് വർക്ക് ചെയ്യും. കാരണം എനിക്കൊന്ന് പീപ്പിൾ ആർ ഗോയിങ് വിത്ത് കൺവീനിയൻസ്. ഇപ്പൊ ഞാൻ തന്നെ ഇൻസ്റ്റാമാർട്ടിന് എത്ര പ്രാവശ്യം ഡെയിലി 2-3 പ്രാവശ്യമൊക്കെ ഇൻസ്റ്റാമാർട്ടിന് ഓർഡർ ചെയ്യുന്ന സമയങ്ങളുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കാശ് കുറയ്ക്കണം ആസ് എ കസ്റ്റമർ. ഇൻസ്റ്റാമാർട്ട് കുറച്ച് കോസ്റ്റ്ലിയാ, 20-30% കോസ്റ്റ്ലിയാണ്. അത് കറക്റ്റ് ആണെങ്കിലും അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് വെച്ചാൽ എന്റെ വൈഫ് ഇപ്പം ഇൻസ്റ്റാമാർട്ടിലാണ് മേടിക്കുന്നത്. സൂപ്പർ മാർക്കറ്റിൽ പോയാൽ നമുക്ക് കുറെ ഇമ്പൾസ് ബൈസ് വരും. സോ യുവർ ബാസ്കറ്റ് സൈസ് ആക്ച്വലി കുറയുവാണ്. ലേറ്റർ ഓൺ ഇറ്റ് മൈറ്റ് ഇൻക്രീസ് ബിക്കോസ് ഇമ്പൾസ് ഉള്ളതുകൊണ്ട് എന്തും മേടിക്കാം. അപ്പം ഐ ഡോണ്ട് നോ വേർ ഇറ്റ് വിൽ ബാലൻസ്. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ സാധാരണ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ ഒരു വിസിറ്റിൽ 4,000-5,000 രൂപ മേടിക്കും, 3,000 രൂപ എത്ര മേടിക്കുന്നു വെച്ചാൽ നമ്മൾ ഇതിൽ മേടിക്കുന്ന ആകെ നമ്മുടെ ലിസ്റ്റ് മാത്രമേ നമ്മൾ മേടിക്കുന്നുള്ളൂ ആദ്യമൊക്കെ. പിന്നീട് ചിലപ്പം ബ്രൗസ് ചെയ്ത് മേടിച്ചു തുടങ്ങുമായിരിക്കും അവർ ആ കാറ്റഗറി. കുറവായിരിക്കും അവിടെ പോയി നമ്മൾ ഇമ്പൾസിൽ കുറെ മേടിക്കും. സോ എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റ്സിനൊക്കെ they will survive, everyone will survive, even Kirana will survive. പക്ഷെ എല്ലാവരും എന്തെങ്കിലും റീഇൻവെന്റ് ചെയ്യേണ്ടി വരും. പിന്നെ ടയർ 3 ഇതിൽ വലിയ ഇമ്പാക്ട് വരുന്ന എനിക്ക് തോന്നുന്നില്ല. ക്വിക്കോം വിൽ കം ഇൻ ഓൾ ദ മേജർ സിറ്റീസ് ബിക്കോസ് ഡെലിവറി 2 to 5 കിലോമീറ്റർ റേഡിയസിൽ നിന്നാലേ അത് വർക്ക് ആവുള്ളൂ. പക്ഷെ നിങ്ങൾ പറഞ്ഞ പോലെ 10,000 സ്ക്വയർ ഫീറ്റ് എടുക്കുകയാണെങ്കിൽ 1 to 2 hours ഡെലിവറി എടുക്കുകയാണെങ്കിൽ again it will go to സിറ്റിയിൽ മാത്രമല്ലോ, പുറത്തേക്കും പോകൂലേ. സോ ഓൺലി ദ പാരനോയിഡ് സർവൈവ് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. നമ്മൾ അങ്ങനെ തന്നെ ഇരിക്കണം. എന്നാലും ഇപ്പം വരുവാണെങ്കിൽ അതൊരു അവരുടെ ലീസ്റ്റ് ഫോക്കസ് ഏരിയ ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പം നിലമ്പൂർ കൊണ്ടുവന്ന് അല്ലെങ്കിൽ നീലേശ്വരത്ത് കൊണ്ടുപോയി കൊടുക്കാനോ, നിലമ്പൂരല്ല നീലേശ്വരത്ത് കൊണ്ടുപോയി കൊടുക്കാനോ, അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്ത് കൊടുക്കാനായിട്ട് ഒക്കല്ലോ അല്ലെങ്കിൽ നെയ്യാറ്റിൻകരയിലൊക്കെ അവരുടെ ലോവർ പ്രയോറിറ്റി ആയിരിക്കും ഞാൻ ഉദ്ദേശിച്ചത്. ഞാനിപ്പോൾ അതിൻ്റെ ഒരു മാസീവ് ഇമ്പാക്ട് എനിക്ക് മനസ്സിലായത്, മൈ ആണ്ട് ഷീ ഈസ് 45+ years. കോഴിക്കോട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഒരു മിക്സി വേണോ, ഇൻസ്റ്റാമാർട്ടിൽ ഉണ്ടോ നോക്കിയാൽ, നിങ്ങൾ ഇൻസ്റ്റാമാർട്ട് യൂസ് ചെയ്യുന്നുണ്ടോ? ഞാൻ സ്ഥിരം. അപ്പോൾ ഞാൻ നോക്കിയ മിക്സി ഒരു 2,000 രൂപേൻ്റെ അപ്പം തന്നെ വാങ്ങിച്ചു. 10 മിനിറ്റിനോട് സാധനം എത്തി. സോ ഷീ ഈസ് 45+ ആൻഡ് ഷീ ഈസ് യൂസിങ് ഇൻസ്റ്റാമാർട്ട് ടു ബൈ എ മിക്സി. അതാ പറഞ്ഞു. സോ ദാറ്റ് കാറ്റഗറി ഈസ് ഗോയിങ് ടു ഇമ്പാക്ട് പ്രോബ്ലി ഇ-കോമേഴ്സ് ഓൾസോ.